ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത വലിയ ആശാവഹമായ ഒരു വാർത്ത തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു കരാർ ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഹമാസ് അംഗീകരിക്കും എന്നറിയില്ല. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്ന കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററാണ്. അവർ പറയുന്നതനുസരിച്ചിട്ട് ഒറ്റയടിക്ക് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെല്ലാം മോചിപ്പിക്കണം. മുൻപ് ഈ കരാറിൽ പറഞ്ഞിരുന്നത് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കണമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ മുൻപോട്ട് വെച്ച കരാറിൽ ഒറ്റയടിക്ക് മോചിപ്പിക്കുക. ഒപ്പം തന്നെ ഗസയിൽ ഉള്ള അക്രമ പരമ്പരകൾ ഹമാസ് ഒറ്റയടിക്ക് അവസാനിപ്പിക്കണം. ഒപ്പം തന്നെ സ്ട്രിപ്പിൽ നിരീക്ഷണ സംവിധാനം, അത് നേരത്തെ കരാറിലും ഉണ്ടായിരുന്നതാണ്. സ്ട്രിപ്പിൽ നിരീക്ഷണ സംവിധാനത്തിന് ആധുനിക ഉപകരണങ്ങൾ അവിടെ ഘടിപ്പിക്കുമെന്നുള്ളതൊക്കെ അത് ഇപ്പോഴും അത് തുടരുന്നു. ഈ കരാറിലും അത് തന്നെ പറയുന്നു. അതുപോലെ ഗസയിൽ പുതിയ ഭരണ സംവിധാനം വരുമെന്ന് ഇതിനെ മുൻപ് ഹമാസ് എതിർത്തിരുന്നതാണ്. കാരണം ഗസയിൽ പുതിയ ഭരണ സംവിധാനം വരുമ്പോൾ അത് ഇസ്രായേലിനോട് പങ്കുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ മുൻപോട്ട് വെക്കുന്ന വലിയൊരു ഓഫർ പാലസ്തീൻ ബന്ദികളെ, അതായത് ഇസ്രായേലിൻ്റെ പക്കലുള്ള പാലസ്തീൻ തടവുകാരെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഹമാസ് പറയുന്നത് ബന്ദികളാണ്. അങ്ങനെ പാലസ്തീൻ പൗരന്മാർ ഇസ്രായേലും ഇതേ സമയം തന്നെ വിട്ടയക്കും. ഒപ്പം തന്നെ സിൻവാറിനും, അതായത് ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾക്കും കൂട്ടാളികൾക്കും സുരക്ഷിതമായി നാട് വിട്ടു പോകാനുള്ള അവസരമൊരുക്കും എന്നുകൂടി ആണ് ഇസ്രായേൽ ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന പുതിയ കരാറ്. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ തങ്ങൾ ഉടനടി യുദ്ധം നിർത്താമെന്ന് കൂടി ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഇത് എത്രത്തോളം ഹമാസ് അംഗീകരിക്കുമെന്നറിയില്ല. കാരണം ഗസയിലെ പുതിയ ഭരണം, അതുപോലെ തന്നെ ഈ സ്ട്രിപ്പിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നത്, ഗസയിലെ ആക്രമണം, അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗസയിൽ നിന്ന് പൂർണ്ണമായി ഹമാസ് പിന്മാറണം എന്ന് തന്നെ പറയാതെ പറയുകയാണ് ഈ കരാറിൽ. ഒപ്പം തന്നെ ഇസ്രായേൽ മുൻപോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഓഫർ സിൻവാറിനും കൂട്ടാളികൾക്കും സുരക്ഷിതമായി പോകാൻ, തങ്ങൾ വെടിവെക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യില്ല, അവർക്ക് സുരക്ഷിതമായി നാട് വിട്ടു പോകാനുള്ള അവസരം ഞങ്ങൾ തയ്യാറാക്കി തരാമെന്നും പറയുന്നു. ഏതായാലും ഈ കരാർ അംഗീകരിക്കപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും. ഇല്ലായെങ്കിൽ ലബനന് നേരെ കൂടി തിരിഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ സംഹാര താണ്ഡവമായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.